ഗൈസ്, നിങ്ങൾക്ക് ടൈം ട്രാവൽ ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഏത് കാലഘട്ടത്തിലേക്കായിരിക്കും പോവുക? എനിക്ക് ഈ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ എൻ്റെ പഴയ കുട്ടിക്കാലത്തോട്ടായിരിക്കും ഞാൻ പോയിട്ടുണ്ടായിരിക്കുക കേട്ടോ. അന്നൊന്നും ആലോചിക്കണ്ടല്ലോ, നേരെ സ്കൂളിലോട്ട് പോവാ, പഠിക്കുക, നേരെ വീട്ടിലോട്ട് വരിക. വൈകിട്ടാകുമ്പോഴേക്കും അമ്മ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സ്നാക്സും ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അതും കഴിച്ചുകൊണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ള കാർട്ടൂൺസ് കാണുക, പിന്നെ കളിക്കാൻ പോവുക. ഇതായിരുന്നു നമ്മുടെ അന്നത്തെ പരിപാടി. വേറെ ഒന്നും ആലോചിക്കണ്ടല്ലോ. ആ ഒരു കാലമാണ് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇപ്പൊ നമുക്ക് ടൈം ട്രാവൽ ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ എൻ്റെ ആ ഒരു കാലഘട്ടത്തിലോട്ടായിരിക്കും പോയിട്ടുണ്ടായിരിക്കുക. നിങ്ങൾ ഏത് കാലഘട്ടത്തിലേക്കായിരിക്കും പോവുക എന്നൊന്ന് കമന്റ് ചെയ്തേക്കണേ. ഇത് പറയാനുള്ള കാരണം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് ബെസ്റ്റ് ടൈം ട്രാവലർ കൊറിയൻ ഡ്രാമാസ് ആണ് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവല്ലേ. ഫസ്റ്റ് ഡ്രാമയാണ് 2016 റിലീസ് ആയിട്ടുള്ള മൂൺ ലവേഴ്സ്. ഈ ഡ്രാമയെ പറ്റിയിട്ട് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നല്ലൊരു ഹിസ്റ്റോറിക്കൽ ഡ്രാമയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു ഡ്രാമയിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ കഥയിലെ നായികയ്ക്ക് മുൻ കാലഘട്ടത്തിലോട്ട്, അതായത് നമ്മുടെ രാജവംശത്തിലോട്ട്, ഗോറിയോ എന്ന് പറയുന്ന ഒരു രാജവംശത്തിലോട്ട് അവൾ ചെന്നെത്തുകയാണ്. അപ്പൊ അവിടെ ചെന്നെത്തുമ്പോൾ അവൾ ആ ഒരു ലോകത്തെ എങ്ങനെയായിരിക്കും നോക്കിക്കാണുന്നത്, അവൾ എങ്ങനെയായിരിക്കും അത് ഫേസ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇപ്പോഴത്തെ ഒരു മോഡേൺ കാലഘട്ടത്തിൽ നിന്ന് പഴയ രാജാവിന്റെ കാലഘട്ടത്തിലോട്ടൊക്കെ പോകുമ്പോൾ അത് എത്രത്തോളം ഭയാനകമായിരിക്കും, അവൾ എങ്ങനെയായിരിക്കും അതൊക്കെ ഫേസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. സോ ഇതിന്റെ സ്റ്റോറി ലൈനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ ലീ ജിയൂൺ എന്ന് പറയുന്ന ആക്ട്രസും ലീ ജൂങ്കി എന്ന് പറയുന്ന ആക്ടറും ആണ് കേട്ടോ. സോ ഇവരുടെ കെമിസ്ട്രി ഒക്കെ കാണാനായിട്ട് ഇതിൽ ഭയങ്കര രസമാണ്. പിന്നെ മെയിൻ എടുത്തു പറയേണ്ടത് ഈ ഡ്രാമയിൽ നല്ല OSTകളാണ് കേട്ടോ. എനിക്ക് എല്ലാ OSTകളും ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ തന്നെ അതൊന്ന് കേട്ട് നോക്കൂ കേട്ടോ. ഭയങ്കര ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഈ ഓരോ സോങ്സും തരുന്നത്. ഈ ഡ്രാമയിൽ ടോട്ടൽ 20 എപ്പിസോഡ്സ് ആണ് കേട്ടോ. 20 എപ്പിസോഡ്സ് ഒക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് മടിക്കണ്ട കേട്ടോ. കാരണം നമുക്ക് ഓരോ എപ്പിസോഡ്സ് നമുക്ക് വർത്ത് വാച്ചിങ് ആയിട്ടുള്ളതാണ് കേട്ടോ. സോ മറക്കാതെ കാണാ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണേ. സെക്കൻഡ് ഡ്രാമയാണ് 2020 റിലീസ് ആയിട്ടുള്ള മിസ്റ്റർ ക്യൂൻ. ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും, അതെന്താ മിസ്റ്റർ ക്യൂൻ, പൊതുവെ മിസ്സിസ് ക്യൂൻ എന്നല്ലേ ഉണ്ടാവേണ്ടത്. ടൈറ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മളുടെ ഇപ്പോഴത്തെ മോഡേൺ വേൾഡിലുള്ള ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഷെഫ് പഴയ ഒരു കാലഘട്ടത്തിലുള്ള ഒരു ക്യൂണിന്റെ ശരീരത്തിലോട്ട് ടൈം ട്രാവലർ ചെയ്യാണ്. അതും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ബോയിന്റെ ശരീരത്തിലോട്ടല്ല, ഗേളിന്റെ ശരീരത്തിലോട്ടാണ് ഒരു ബോയ് ചെന്ന് എത്തുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും കഥ പോകുന്നത്? നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി ഇല്ലേ? ഡ്രാമ കണ്ടു വെക്കൂ കേട്ടോ. നല്ല കോമഡി ഡ്രാമയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായിരിക്കും. ഇതിൽ ടോട്ടൽ ആയിട്ട് 20 എപ്പിസോഡ്സ് ആണ്. മൂന്നാമത്തെ ഡ്രാമയാണ് ട്വിങ്ക്ലിംഗ് വാട്ടർമെലൺ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഡ്രാമയാണ് കേട്ടോ. കാരണം 2023 റിലീസ് ആയിട്ടുള്ള ഡ്രാമയാണ്. നല്ലൊരു റൊമാൻറ്റിക് ഡ്രാമയാണ് കേട്ടോ. ഈ കഥയിലെ നമ്മുടെ നായകൻ യുങ്ഗ്യോൾ ഒരു സ്കൂൾ സ്റ്റുഡൻറ്റും ഗിറ്റാറിസ്റ്റും ആണ് കേട്ടോ. ഒരു ദിവസം പെട്ടെന്ന് അവന്റെ അച്ഛന്റെ കാലഘട്ടത്തിലേക്ക് ചെന്നെത്തുകയാണ്. സോ അത് അവനെ ഭയങ്കര ഷോക്ക് ചെയ്യിപ്പിച്ചു കേട്ടോ. കാരണം അവിടെ ചെന്നിട്ട് അവന്റെ അച്ഛനെ കാണാൻ പറ്റുകയാണ്, അച്ഛന്റെ ആ ഒരു സ്കൂൾ കാലഘട്ടം കാണാൻ പറ്റുകയാണ്. അതേപോലെ തന്നെ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രണയവും അവനെ കാണാൻ കിട്ടുകയാണ് കേട്ടോ. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ അവനെ സംബന്ധിച്ചിടത്തോളം. സോ അവൻ എന്ത് ചെയ്യാണ്, അവന്റെ ആ ഒരു ഫ്യൂച്ചർ തന്നെ അവനെ ചേഞ്ച് ആക്കാൻ നോക്കുകയാണ്. കാരണം ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള മോശ സമയമാണ്. സോ അവൻ എന്ത് ചെയ്യാണ്, എന്തായാലും ചെന്ന് എത്തിയില്ലേ, സോ അങ്ങനെയെങ്കിലും അവന്റെ ഫ്യൂച്ചർ അവനെ ചേഞ്ച് ആക്കാൻ പറ്റുമല്ലോ എന്ന് ആലോചിച്ചിട്ട് അവൻ എന്ത് ചെയ്യാണ്, മാക്സിമം അവന്റെ ഫ്യൂച്ചർ ചേഞ്ച് ആക്കുകയാണ് കേട്ടോ. അതാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. സോ അവന്റെ ഫ്യൂച്ചർ ചേഞ്ച് ചെയ്യോ, പിന്നീട് അവന്റെ ജീവിതം എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാനായിട്ട് നിങ്ങളൊന്ന് ഡ്രാമ കണ്ടു നോക്കൂ കേട്ടോ. ടോട്ടലായിട്ട് 16 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് റിയോൺ എന്ന് പറയുന്ന ആക്ടറാണ് കേട്ടോ. ആ ആക്ടറാണ് ടൈം ട്രാവൽ ചെയ്തിട്ട് അച്ഛന്റെ കാലഘട്ടത്തിലോട്ട് പോകുന്നത്. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ചോയ് ഹ്യൂൻ വൂക്ക് ആണ്. ചോയ് ഹ്യൂൻ വൂക്ക് എന്ന് പറയുന്ന ആക്ടറാണ് അച്ഛന്റെ ചെറുപ്പകാലഘട്ടമായിട്ട് അഭിനയിക്കുന്നത് കേട്ടോ. ഷിൻയോൺ സു ആൻഡ് സ്യോലിന എന്ന് പറയുന്ന ആക്ട്രസുകളുമാണ് ഈ ഡ്രാമയിലെ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിക്കുന്നത് കേട്ടോ. സോ ഇത് നല്ലൊരു ബാൻഡിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഡ്രാമയാണ്. അതേപോലെ തന്നെ ഫാമിലിക്കും റിലേഷൻഷിപ്പിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്റ്റോറിയാണ് ട്വിങ്ക്ലിംഗ് വാട്ടർമെലൺ എന്ന് പറയുന്ന ഡ്രാമയിൽ ഫോളോ ചെയ്യുന്നത് കേട്ടോ.
ഫോർത്ത് ഡ്രാമയാണ് 2017 റിലീസ് ആയിട്ടുള്ള ടണൽ. ഇത് നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ ഡ്രാമയാണ് കേട്ടോ. ഇതിൽ ടോട്ടലായിട്ട് 16 എപ്പിസോഡ്സ് ഉണ്ട്. ഇതിൽ സ്റ്റോറി എന്താന്ന് വെച്ചാൽ പാർക്ക് ഗ്യോൺ ഹോ എന്ന് പറയുന്ന ഒരു ഡിറ്റക്റ്റീവ് അദ്ദേഹത്തിന് കുറച്ച് സമയം മുന്നോട്ടുള്ള ഒരു കാലഘട്ടത്തേക്ക് പ്രവേശിക്കുകയും എന്നിട്ട് ഇപ്പൊ ഫേമസ് ആവുന്ന ഒരു സീരിയൽ കില്ലറിനെ അദ്ദേഹം അവിടെ ചെന്നിട്ട് പിടികൂടുകയും ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ലീ യോ യങ് ആൻഡ് ചോയ് ജിൻ ഹ്യൂക്ക് എന്ന് പറയുന്ന ആക്ടറും ആക്ട്രസും ആണ് കേട്ടോ. ലാസ്റ്റ് ഡ്രാമയാണ് ലവ്ലി റണ്ണർ. ഇതെന്റെ റീസെന്റ്ലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ് കേട്ടോ. കഴിഞ്ഞ വർഷമാണ് ഈ ഒരു ഡ്രാമ റിലീസ് ആയിട്ടുണ്ടായിരുന്നത്. ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ബിയോൺ വു സ്യൂക്ക് എന്ന് പറയുന്ന ആക്ടറും കിം ഹേ യൂൺ എന്ന് പറയുന്ന ആക്ട്രസും ആണ് കേട്ടോ. ഇവരുടെ കെമിസ്ട്രി ഒക്കെ കാണാനായിട്ട് ഇതിൽ ഭയങ്കര രസമാണ്. ഇത് നല്ലൊരു റൊമാൻറ്റിക് ഡ്രാമയാണ് കേട്ടോ. കൂടാതെ ഇതിൽ 16 എപ്പിസോഡ്സ് ഉണ്ട്. ഇതിൽ സ്റ്റോറി എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇതിലൊരു ടോപ്പ് സ്റ്റാർ, അതായത് ഒരു ഐഡിയൽ സ്റ്റാർ ഇതിൽ മരണപ്പെടുകയാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ഒരു ഫാനാണ് നമ്മുടെ കഥയിലെ നായിക ഇൻസിയോള്. നമുക്ക് പെട്ടെന്ന് ടൈം ട്രാവൽ ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടുകയാണ്. പിന്നീടാണ് അവൾ അറിയുന്നത് താൻ ഫാൻ ആയിട്ടുള്ള ആ ഒരു ടോപ്പ് സ്റ്റാർ താൻ പഠിച്ച സ്കൂളിൽ ഒരു കുട്ടിയായിരുന്നു എന്നുള്ളത് കേട്ടോ. സോ അവൾ എന്ത് ചെയ്യും, മാക്സിമം അവന്റെ ആ ഒരു ഫ്യൂച്ചർ അവള് ചേഞ്ച് ആക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. സോ അവൾ എന്ത് ചെയ്യും, മാക്സിമം എത്രത്തോളം അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം അവനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവന്റെ ആ ഒരു ഫ്യൂച്ചർ അവൾ ചേഞ്ച് ചെയ്യും. ആ ഒരു സ്റ്റോറിയാണ് ലവ്ലി റണ്ണർ എന്ന് പറയുന്ന ഡ്രാമയിൽ പറയുന്നത്. സോ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഡ്രാമയാണ്. ഇതിൽ ഓരോ സീൻസ് ആയിക്കോട്ടെ, ഇതിൽ ഓരോ OSTകളായിക്കോട്ടെ, ഇതൊക്കെ കേൾക്കുമ്പോഴും അതേപോലെ തന്നെ ആ ഒരു സീനൊക്കെ കാണുമ്പോഴും നമുക്ക് ഭയങ്കര ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ് കിട്ടുന്നത് കേട്ടോ. നിങ്ങൾ ഡ്രാമ കണ്ടിട്ട് നിങ്ങൾക്കും അതേ ഒരു ഫീൽ കിട്ടുന്നുണ്ടോന്ന് പറയണേ. അപ്പൊ ഈ 5 ടൈം ട്രാവലർ ഡ്രാമാസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഡ്രാമാസ് ആണ് കേട്ടോ ഇത്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.